എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ കറികളുടെ കൂടെ തന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടി ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള ഉപ്പേരിയും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിയും പരിപ്പും കൂടി ചേർത്തിട്ടുള്ള തീയൽ തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് അത് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പരിപ്പ് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങയും പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുക്കുന്നതിന് വേണ്ടി തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഒരേപോലെ തിരുമ്മിയെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം അത്രയും ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കളറും മണവും ഒക്കെ കിട്ടുന്നത്. ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് കളറ് മാറി വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി അത് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. ഒരു 10-20 ചെറിയ ഉള്ളി എടുക്കാം. അത് ഇതേപോലെ തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം 2ആയിട്ടോ 4ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഉള്ളി ഈ തീയലിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ച് തീയിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. എത്ര ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പം പരിപ്പ് ഈ സമയം കൊണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം ഉള്ളിയിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി പരിപ്പും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് ഇങ്ങനെയൊന്ന് എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഇതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാകും. കുതിർന്ന പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലേശം പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് പുളി മതിയാകും. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വേകാൻ വെച്ചിരുന്ന പരിപ്പ് ഒന്നുകൂടി ഒന്ന് മൂടി തുറന്ന് ഇളക്കി നോക്കാം. അപ്പം പരിപ്പ് ഈ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. എടുത്ത് നമുക്ക് നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം അരപ്പൊഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരുപാട് ലൂസായി പോകുന്ന തീയലല്ല, കുറച്ച് വെള്ളം മാത്രം മതിയാകും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ തീയിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കാം. മീഡിയത്തിലാക്കി ഒരു 5 മിനിറ്റ് ഇട്ട് ഇതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തീയിൽ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള തീയലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് കുറുകിയിരിക്കുന്ന തീയലാണ്. അടുത്തത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉള്ളിയും പച്ചമാങ്ങയൊക്കെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വലിയ സവാള തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം അത്യാവശ്യം കനത്തിൽ തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഒരുപാട് കനം കുറച്ചെടുക്കേണ്ട, വലിയ വലിയ പീസസ് ആയിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കനത്തിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഈ കട്ട് ചെയ്ത ഓരോ ഭാഗവും എടുത്ത് കൈ കൊണ്ടൊന്ന് ഇതളുകളൊക്കെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ മുറിച്ചിടുന്ന സമയത്ത് കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അതായത് ഇതുകൊണ്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ ആ ഇതളുകളൊക്കെ ഒന്നൊന്നായിട്ട് സ്പ്ലിറ്റായി വരും. ആ ഒരു രീതിയിൽ കൈ കൊണ്ടെല്ലാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പിന്നീട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അത് ഇതേപോലെ എല്ലാം ഇതളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പം ചേർത്ത് കൊടുത്ത ഉപ്പും പച്ചമുളകും ഒക്കെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഒരുപാട് തിരുമ്മി ഉടച്ചെടുക്കേണ്ട കാര്യമില്ല, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടും. ഈ രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു മാങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മതിയാകും. പുളിയില്ലാത്തതാണെങ്കിൽ ഒരു ഫുൾ മാങ്ങ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ചതച്ചതിന് ശേഷം ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിലിട്ട് മാങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ എടുത്ത മാങ്ങയ്ക്ക് പുളിയില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മാങ്ങ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ മാങ്ങയൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ചുള്ള നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീരോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ സവാളയും പച്ചമാങ്ങയും കൊണ്ട് തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് നമുക്ക് എപ്പോഴും കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടി ചേർത്ത് തയ്യാറാക്കിയൊരു ഉപ്പേരിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുത്ത് വയ്ക്കാം. തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതാണ്. ഇതാ ഒരു പീസ് ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് കാച്ചിലുണ്ട്.
2 കഷ്ണം ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പയുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നും എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചേനയൊക്കെ ദാ ഇതേപോലെ കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ആദ്യം സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് മുറിച്ചെടുക്കാം. എല്ലാം നമുക്ക് നീളത്തിൽ തന്നെ മുറിച്ചെടുത്ത് വറുക്കാം. അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കനം കുറച്ച് ഇതാ ചേനയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അരിഞ്ഞു വെച്ച ചേന അത്രയും ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ കാച്ചിലെടുത്തിട്ടുണ്ട്. കാച്ചിലും അതേപോലെ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കനം കുറച്ച്. പിന്നീട് ചേന കട്ട് ചെയ്തതുപോലെ തന്നെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതാ കാച്ചിലും അതേപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ചേമ്പ് കട്ട് ചെയ്തെടുക്കാം. അതും ഇതേപോലെ തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിനെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പയുണ്ട്. അതും നമ്മൾ ഉപ്പേരിക്ക് നീളത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ ഒന്ന് 4-5 ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന കപ്പയും നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അത് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഉപ്പേരിയുടെ വലുപ്പത്തിന് ആവശ്യമുള്ള കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു കായും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത്തയ്ക്കയാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും അതേപോലെ നീളത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ആദ്യം എന്താ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കളറും കിട്ടും. അപ്പം മൂത്തിട്ട് കൊരാറാവുന്ന സമയത്ത് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിലേക്ക് പിടിച്ച് കിട്ടും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാച്ചിലിട്ട് കൊടുക്കാം. അത് ഈ ഒരു രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പുള്ള വെള്ളം ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ കളറ് മാറി മൂത്ത് വരുന്ന സമയത്ത് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ഇതാ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങനെ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മഞ്ഞളും ഉപ്പും കലക്കി വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് കളറി മാറി വരുന്ന സമയത്ത് അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും ഒക്കെ കാണുന്ന ഐറ്റംസ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഉപ്പേരിയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നാൽ കുട്ടികൾക്ക് ചായയുടെയൊക്കെ കൂടെ കൊടുക്കാനൊക്കെ പറ്റിയതാണ്. അതുപോലെ സ്കൂളിൽ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതാ അരിഞ്ഞു വെച്ചിരുന്ന നേന്ത്രക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപ്പുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കോരി പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അത് അരിഞ്ഞു വെച്ചിരുന്നതെല്ലാം ഞാൻ ഇതേപോലെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്താൽ ഇത് കുറച്ച് നാളിങ്ങനെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടി ഇങ്ങനെയൊന്ന് വറുത്ത് നോക്കൂ. ഇതൊക്കെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനും അതേപോലെ സ്നാക്സായിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.